നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കി അച്ഛന്റെ മകളുടെ ആത്മഹത്യാ വാർത്ത പുറം ലോകം അറിയുന്നത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദേളി ജംഗ്ഷന് സമീപം അച്ഛനെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ വൈഷ്ണവിയെയും പിതാവ് ഗണേശനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെയാണ് വൈഷ്ണവിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വിവരം നാട്ടുകാരെ അറിയിച്ച ഗണേശൻ വീട്ടിലേക്ക് പോയതായാണ് വിവരം. പിന്നാലെ നാട്ടുകാർ വീട്ടിലെത്തിയപ്പോഴാണ് ഗണേശനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന വൈഷ്ണവി പ്രദേശവാസികളുടെ പ്രിയപ്പെട്ട പെൺകുട്ടിയായിരുന്നു. മികച്ച വിദ്യാർത്ഥിനി എന്ന നിലയിൽ നേരത്തെ പ്രദേശത്തിന്റെ ആദരവും വൈഷ്ണവിക്ക് ലഭിച്ചിരുന്നു. വൈഷ്ണവിക്ക് ഒരു സഹോദരനുണ്ട്. അമ്മ ഹോം നഴ്സായി ജോലി ചെയ്യുകയാണ്. ഒരു സഹോദരി കൂടിയുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനൊപ്പമാണ് താമസം. അതേസമയം സംഭവം നടന്ന ഈ വീടുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവരവും പുറത്തുവരുന്നുണ്ട്. ഗണേശനും കുടുംബവും താമസിക്കാൻ എത്തുന്നതിന് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന മറ്റൊരു കുടുംബത്തിലെ രണ്ടുപേരും സമാന രീതിയിൽ മരിച്ചിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗണേശൻ സ്ഥിരമായി മദ്യപിച്ചിരുന്നയാളായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ അച്ഛനും മകളും മരിക്കാനിടയായ സാഹചര്യമോ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമോ സംബന്ധിച്ച നിലവിൽ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. വിവരമറിഞ്ഞ് മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ അച്ഛനും മകളും വലിയ സ്നേഹത്തിലായിരുന്നു. അച്ഛൻ്റെയും മകളുടെയും സ്നേഹത്തെക്കുറിച്ച് ആൾക്കാർക്ക് പറയാനുണ്ടായിരുന്നു. നൂറ് കാര്യങ്ങളാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മറ്റു വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും മകളുടെ മരണം കണ്ട് വേദനിച്ചാണ് അച്ഛൻ ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത്. അതോ മകളെ വകവരുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തു, അങ്ങനെയും അറിയില്ല. എന്താണ് നടന്നത് എന്ന പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്ന് മനസ്സിലാവുകയാണ്. ഏതായാലും നമ്മുടെ നാട്ടിൽ അച്ഛനെന്നോ മകളെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ അമ്മയെന്നോ മകനെന്നോ ഒന്നും തന്നെ വ്യത്യാസമില്ലാതെ വേർതിരിവില്ലാതെ ഓരോ ദിവസവുമാണ് ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നിഗമനങ്ങളിൽ നമുക്ക് വ്യക്തമാകുകയില്ല. മറിച്ച് കൃത്യമായ തെളിവുകൾ വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ.